എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള മെഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെന്റ്സ് എന്നുള്ള പാഠഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇതൊരു പരീക്ഷാ സഹായിയായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഭക്തി മൂവ്മെന്റ്? ഭക്തി മൂവ്മെന്റ് ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. The ideas and activities that arises out of Bhakti are known as Bhakti movement. Bhakti movement എന്നാണ് ചോദ്യം. ഭക്തി എന്ന് പറയുന്നത് ഒരു ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ് ആണ്. അതായത് ഒരാളുടെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുക. The ideas and activities that arise out of Bhakti are known as Bhakti movement. അതായത് ആ ഭക്തിയിൽ നിന്നും ഉയർന്നു വരുന്ന ഐഡിയാസും ആക്ടിവിറ്റീസും ഒക്കെ ചേരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു വെയർ നോൺ ആസ് ആൾവാഴ്സ് ആൻഡ് നായനാഴ്സ്? ആരെയാണ് ആൾവാഴ്സ് അല്ലെങ്കിൽ നായനാഴ്സ് എന്നറിയപ്പെടുന്നത്? ഭക്ത പോയിറ്റ് ഹു ലിവ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ composed hymns and devotional songs that express unwavering devotion to their favorite deity. അതായത് ഭക്ത പോയറ്റുകൾ, സൗത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്ത പോയറ്റുകൾ അവരുടെ കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളും ഒക്കെ കമ്പോസ് ചെയ്തിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡീറ്റി, അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ദേവതയെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. ദീസ് ഭക്ത പോയറ്റ്സ് വെയർ ഡിവോട്ടീസ് ഓഫ് വിഷ്ണു നോൺ ആസ് ആൾവാഴ്സ് ആൻഡ് ഡിവോട്ടീസ് ഓഫ് ശിവ നോൺ ആസ് നായനേഴ്സ്. അതായത് ഈ ഭക്ത പോയിറ്റുകളായിട്ടുള്ള വിഷ്ണുവിൻ്റെ ഭക്തരായിട്ടുള്ള ആളുകളെ ആൾവാഴ്സ് എന്നും ശിവഭക്തരായിട്ടുള്ള ആളുകളെ നായനാഴ്സ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഹു വെയർ നോൺ ആസ് ആൾവാഴ്സ് ആൻഡ് നായനാഴ്സ്. Bhakta poets who lived in South India composed hymns and devotional songs that express unwavering devotion to their favorite deity. These Bhakta poets were devotees of Vishnu known as Alvars and devotees of Shiva known as Nayanars. Third question, write the characteristics of Bhakti movement that existed between the 7th and 12th centuries. അതായത് 7th സെഞ്ചുറിക്കും 12th സെഞ്ചുറിക്കും ഇടയിൽ ഉണ്ടായിരുന്ന ഭക്തി മൂവ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ, കോമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ് ഇൻ വെർണക്കുലർ ലാംഗ്വേജസ്. അതായത് വെർണക്കുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷ എന്നാണ്. അതായത് ഡിവോഷണൽ സോങ്ങുകൾ പ്രാദേശിക ഭാഷകളിൽ പാടുകയും അതിനെ ചിട്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഡീപ്പ് ഡിവോഷൻ ടു ദ ബിലോഡ് ഡീറ്റി. അതായത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ദേവതയെ അല്ലെങ്കിൽ ആരാധനാമൂർത്തിയെ അവിടെയുള്ള ഡീപ്പ് ഡിവോഷനാണ്, ആഴത്തിലുള്ള ഭക്തിയാണ്. മൂന്നാമത്തെ പോയിന്റ്, ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ദൈവത്തിനോടുള്ള സ്നേഹവും സമർപ്പണവും. അതേപോലെ തന്നെ അടുത്ത പോയിന്റ്, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ. സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം. ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. അതായത് ജാതിക്ക് വ്യത്യസ്തമായിട്ട്, ജാതിയിൽ നോക്കാതെ എല്ലാവർക്കും ഒരേപോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം, അതാണ് ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ ഒന്നും കൂടെ പറയാം. കോമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണക്കുലർ ലാംഗ്വേജസ്, ഡീപ്പ് ഡിവോഷൻ ടു ദ ബിലോഡ് ഡീറ്റി, love and submission to God, equal participation of women, access to all irrespective of caste. Fourth question, the Bhakti movement emerged as a popular movement in dash. Bhakti movement എവിടെയാണ് പോപ്പുലർ മൂവ്മെന്റ് ആയിട്ട് മാറിയത്? ആൻസർ, തമിഴ്നാട്. Fifth question, make a note on the changes that the South India Bhakti movement brought about in the social system. സോഷ്യൽ സിസ്റ്റത്തിൽ ഭക്തി മൂവ്മെന്റ് സൗത്ത് ഇന്ത്യയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയത്? അപ്പോൾ ആൻസർ, the Bhakti movement emerged as a popular movement in Tamil Nadu. Alvars and Nayanars traveled from place to place singing devotional songs in vernacular languages, which helped in spreading devotion among people. The composition of Bhakta poets had a great impact on common people when evil practices and inequalities were dominant. The meaningless customary practice that prevailed in the society were questioned. Irrespective of caste, all sections of the society were attained to the Bhakti movement. The writings of Alvars and Nayanars popularized Hinduism. അപ്പോൾ അത് എന്താണെന്ന് പറയാം. ഭക്തി മൂവ്മെന്റ് എമർജ്ഡ് ആസ് എ പോപ്പുലർ മൂവ്മെന്റ് ഇൻ തമിഴ്നാട്. അത് മുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഭക്തി മൂവ്മെന്റ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു പോപ്പുലർ മൂവ്മെന്റ് ആയിട്ട് മാറി. രണ്ടാമത്, ആൾവേഴ്സ് ആൻഡ് നായനാഴ്സ് ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് സിംഗിങ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണക്കുലർ ലാംഗ്വേജസ് വിച്ച് ഹെൽപ്പ് ദ സ്പ്രെഡിങ് ഡിവോഷൻ എമംഗ് പീപ്പിൾ. അതായത് ആൾവേഴ്സും നായനാഴ്സും
ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഡിവോഷണൽ സോങ്സുകളൊക്കെ പാടിക്കൊണ്ട് ട്രാവൽ ചെയ്തതുകൊണ്ട് പ്രാദേശിക ഭാഷയിലാണ് അത് പാടിയത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ ഡിവോഷൻ അവരുടെ ഭക്തി എന്ത് ചെയ്തു സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായി. The composition of Bhakta poet had a great impact on common people when evil practices and inequalities were dominant. ഈ ദുരാചാരങ്ങളും അസമത്വങ്ങളും ഒക്കെ നിലനിന്നിരുന്ന കാലത്ത് സാധാരണ മനുഷ്യർക്കിടയിൽ ഈ ഭക്ത പോയിറ്റുകൾക്ക് വലിയൊരു സ്വാധീനം ചെലുത്താനായിട്ട് കഴിഞ്ഞു. The meaningless customary practice that prevailed in the society were questioned. അതായത് അർത്ഥശൂന്യമായിട്ടുള്ള ചില ദുരാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്ന സമയത്ത് അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഭക്തി മൂവ്മെന്റിന് സാധിച്ചു. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വെയർ അറ്റൈൻഡ് ടു ദ ഭക്തി മൂവ്മെന്റ്. അതായത് ജാതി നോക്കാതെ, കാസ്റ്റ് നോക്കാതെ എല്ലാ ആളുകളും ഇതിലേക്ക് പങ്കെടുക്കാനായിട്ട് തുടങ്ങി. എല്ലാ ആളുകളെ ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ദ റൈറ്റിംഗ്സ് ഓഫ് ആൾവാഴ്സ് ആൻഡ് നയനാഴ്സ് പോപ്പുലറൈസ്ഡ് ഹിന്ദുയിസം. അതായത് ആൾവാഴ്സിൻ്റെയും നയനാഴ്സിൻ്റെയും ഒക്കെ റൈറ്റിംഗ്സുകൾ ഹിന്ദുയിസത്തിനെ പ്രചാരം കൂടുന്നതിന് വേണ്ടി സഹായിച്ചു. അതാണ് 5th ക്വസ്റ്റ്യൻ്റെ ആൻസർ. 6th ക്വസ്റ്റ്യൻ, ദ റൈറ്റിംഗ്സ് ഓഫ് ദ ആൾവാഴ്സ് നോൺ ആസ്, അതായത് ആൾവാഴ്സിൻ്റെ റൈറ്റിംഗ്സിനെ അറിയപ്പെടുന്നത് 4000 ദിവ്യപ്രബന്ധം. 7th ക്വസ്റ്റ്യൻ, ദ റൈറ്റിംഗ്സ് ഓഫ് ദ നയനാഴ്സ് നോൺ ആസ്, നയനാഴ്സിൻ്റെ റൈറ്റിംഗ്സിനെ അറിയപ്പെടുന്നത് തിരുമുറൈകൾ. ക്വസ്റ്റ്യൻ നമ്പർ 8, പ്രൊമിനന്റ് പോയറ്റ്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട പോയറ്റ്സുകൾ, കവികളെ പറ്റിയുള്ള പേരുകളാണ് പഠിക്കേണ്ടത്. അത് രണ്ട് രീതിയിലുള്ള ഭക്തി മൂവ്മെന്റുകളുണ്ട്. അത് ഡിവോട്ടീസ് ഓഫ് വിഷ്ണു ഉണ്ട്, അവരെ ആൾവാഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഡിവോട്ടീസ് ഓഫ് ശിവയുണ്ട്, അവരെ നയനാഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഡിവോട്ടീസ് ഓഫ് വിഷ്ണു നോക്കാം. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പോയറ്റ്സ് എന്ന് പറയുന്നത് കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നമ്മാൾവാർ, ആണ്ടാൾ. അടുത്തത് ഡിവോട്ടീസ് ഓഫ് ശിവ നോക്കാം. കാരക്കൽ അമ്മയാർ, അപ്പാർ, സംബന്ധാർ, സുന്ദരാർ, മാണിക്യവാസകാർ. 9th ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് അബൌട്ട് അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപത്തെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ്. ആ ഭാഗം ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, എങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ആൻസർ, അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ ദ 12th century CE. അനുഭവ മണ്ഡപം എന്നറിയപ്പെടുന്നത് ഒരു ആത്മീയ സംഘടനയാണ്. ബസവണ്ണ 12th centuryയിൽ രൂപീകരിച്ചതാണ് ഇത്. അല്ലമ്മ പ്രഭു ആൻഡ് അക്ക മഹാദേവി ലെഡ് ദ ഡിസ്കഷൻ ഇൻ ദ അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപത്തിലെ ഡിസ്കഷൻസുകളെ, ചർച്ചകളൊക്കെ നയിച്ചിരുന്നത് അല്ലമ്മ പ്രഭുവും അക്ക മഹാദേവിയുമാണ്. എവരിവൺ വാസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്കഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. അതായത് ജെൻഡറും കാസ്റ്റും ഒന്നും നോക്കാതെ, ജാതിയും മതവും അവരുടെ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം ഒന്നും നോക്കാതെ എല്ലാവർക്കും ഡിസ്കഷനിൽ പങ്കെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. People used to came to അനുഭവ മണ്ഡപം ഫോർ സ്പിരിച്വൽ ഡിസ്കഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് നോളജ്. അതായത് ആളുകൾ അവിടെ എത്തിയിരുന്നത് അവരുടെ സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ഡിസ്കഷനും അതേപോലെ റിന്യൂവൽ ഓഫ് നോളജ് ആണ്. അതായത് അറിവിൻ്റെ ഒരു പുതുക്കൽ, അറിവ് കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ് അവരവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് ഐഡിയാസ് ദാറ്റ് എമർജ്ഡ് ഇൻ ദ ഡിസ്കഷൻ വെയർ കൺവേഡ് ടു ദ പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് വചനാസ്. അതായത് ഈ ഡിസ്കഷനിൽ നിന്നും ഉയർന്നു വരുന്ന ഐഡിയാസുകളെ ആളുകളിലേക്ക് എത്തിച്ചിരുന്നത് വചനാസ് എന്നുള്ള പേരിലാണ്. അപ്പോൾ ഇത്രയാണ് അതിനെപ്പറ്റിയുള്ള പോയിന്റുകൾ. 10th ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദ സോഷ്യൽ കണ്ടീഷൻ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ കാലഘട്ടത്തിലെ സോഷ്യൽ കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ജാതി വിവേചനമാണ്, അത് നിലനിന്നിരുന്നു. ചൈൽഡ് മാരേജ് എക്സിസ്റ്റഡ്. ശൈശവ വിവാഹം നിലനിന്നിരുന്നു. സൂപ്പർസ്റ്റിഷൻസ് എക്സിസ്റ്റഡ്. അതായത് അന്ധവിശ്വാസങ്ങൾ അന്ന് നിലനിന്നിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 11, who was the philosopher, social reformer and the poet who lived in Kannada Desha in the 12th century? 12th centuryയിൽ കന്നഡ ദേശയിൽ താമസിച്ചിരുന്ന ഫിലോസഫർ ആയിട്ടുള്ള ആളും സോഷ്യൽ റിഫോമർ ആയിട്ടുള്ള അല്ലെങ്കിൽ കവിയൊക്കെ ആയിട്ടുള്ള ആളുടെ പേര് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബസവണ്ണ. ക്വസ്റ്റ്യൻ നമ്പർ 12, which social reform movement was founded by ബസവണ്ണ? ബസവണ്ണ രൂപീകരിച്ച സോഷ്യൽ റിഫോം മൂവ്മെന്റിന്റെ പേര് വീരശൈവ മൂവ്മെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 13, വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ഓഫ് വീരശൈവ മൂവ്മെന്റ്? വീരശൈവ മൂവ്മെന്റിന്റെ മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണ്? ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഫ്രീഡം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്, ഇക്വാലിറ്റി എന്ന് പറയുന്നത് സമത്വമാണ്, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14, റൈറ്റ് ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദ വീരശൈവ മൂവ്മെന്റ്. ആൻസർ, ബ്രാഹ്മണിക്കൽ സുപ്രീമസി ആൻഡ് ദ ഒതന്റിസിറ്റി ഓഫ് ദ വേദാസ് വെയർ ക്വസ്റ്റ്യൻഡ്. അതായത് ബ്രാഹ്മണരുടെ മേധാവിത്വത്തെയും വേദങ്ങളുടെയൊക്കെ പ്രാധാന്യത്തെയും അല്ലെങ്കിൽ അതിൻ്റെ ഒതന്റിസിറ്റിയൊക്കെ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു.
രണ്ടാമത്തെ പീപ്പിൾ വെയർ എഡ്യൂക്കേറ്റഡ് എഗനസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ എഗനസ്റ്റ് വിമൻ. അതായത് ആളുകളെ ബോധവൽക്കരിച്ചു എന്തിനെതിരായിട്ട്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും ജാതി വിവേചനങ്ങൾക്കും സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾക്കെതിരെയൊക്കെ ആയിട്ട് ആളുകളെ ബോധവൽക്കരിച്ചു. അടുത്തതായിട്ട് മോണോത്തിസം വാസ് എൻകറേജ്ഡ്. മോണോത്തിസം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. അതിനെ എന്ത് ചെയ്തു? എൻകറേജ് ചെയ്തു, അതിനെ പ്രോത്സാഹിപ്പിച്ചു. അടുത്തതായിട്ട് കൺവിൻസ്ഡ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം, അതിൻ്റെ ഗ്രേറ്റ്നെസ് ആളുകളിലേക്ക് എത്തിച്ചു, അതിനെ ആളുകളിലേക്ക് മനസ്സിലാക്കി കൊടുത്തു. ലാസ്റ്റ് പോയിന്റ്, ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പുബർട്ടി ആൻഡ് വിഡോ റീമാരേജ്. അദ്ദേഹം നമ്മുടെ ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ശൈശവ വിവാഹമാണ്. അതേപോലെ എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പുബർട്ടി, അതായത് പ്രായപൂർത്തി അതിന് ശേഷമുള്ള വിവാഹത്തെ, അതുപോലെ വിഡോ റീമാരേജ് എന്ന് പറയുന്നത് വിധവകളുടെ പുനർവിവാഹമാണ്. ഇതിനെയൊക്കെ എന്ത് ചെയ്തു? എൻകറേജ് ചെയ്തു, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. അതാണ് വീരശൈവ മൂവ്മെന്റിന്റെ മേജർ ആക്ടിവിറ്റീസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15. ദ വീരശൈവ മൂവ്മെന്റ് ക്വസ്റ്റ്യൻഡ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇൻഇക്വാലിറ്റീസ്. ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്. അതായത് വീരശൈവ മൂവ്മെന്റ് കാസ്റ്റ് സിസ്റ്റത്തിനെയും ഇൻഇക്വാലിറ്റീസിനെയും ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ് പറയുന്നത്. അതിനെ, ആ സ്റ്റേറ്റ്മെന്റിനെ നമുക്കൊന്ന് വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മുമ്പ് പഠിച്ച അത് തന്നെ വീണ്ടും അവിടെ പറയുകയാണ്, അത് തന്നെ എഴുതിയാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി തുടങ്ങും. ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദ വീരശൈവ മൂവ്മെന്റ് ആർ. അതായത് വീരശൈവ മൂവ്മെന്റിന്റെ മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ താഴെ പറയുന്നതാണ്. അപ്പോൾ അതങ്ങ് എഴുതി വെക്കുമ്പോൾ അതിന്റെ ആൻസർ ആവും. അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ബ്രാഹ്മണിക്കൽ സുപ്രീമസി ആൻഡ് ദ ഒതന്റിസിറ്റി ഓഫ് ദ വേദാസ് വെയർ ക്വസ്റ്റ്യൻഡ്. പീപ്പിൾ വെയർ എഡ്യൂക്കേറ്റഡ് അഗൈൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വിമൻ. Monotheism was encouraged. Convinced the people about the greatness of work and labor. He opposed child marriage and encouraged marriage after puberty and widow remarriage. അപ്പോൾ ഇത്രയും എഴുതി വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ ആവും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. കബീർ പ്രൊപ്പഗേറ്റഡ് ഹിസ് ഐഡിയാസ് ത്രൂ സച്ച് ഹിംസ് നോൺ ആസ് ഡാഷ്. അതായത് കബീർ തൻ്റെ ഐഡിയകളൊക്കെ കീർത്തനങ്ങളിൽ കൂടിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തത്. ആ കീർത്തനങ്ങളെ പറയുന്ന പേര്, അതിൻ്റെ ആൻസർ ദോഹാസ്. അടുത്തത് 17th ക്വസ്റ്റ്യൻ. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡിഡ് കബീർസ് ഐഡിയ ഹെൽപ്പ് ടു പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് ഹാർമണി എമംഗ് ദ പീപ്പിൾ. കബീറിൻ്റെ ഏതൊക്കെ ഐഡിയകളാണ് ഇക്വാലിറ്റിയും റിലീജിയസ് ഹാർമണി എന്ന് വെച്ചാൽ മത സൗഹാർദ്ദവും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ, കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. കബീർ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്കും ഹിന്ദു മുസ്ലിം ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നിലകൊണ്ടു. He remained that the Hindus and Muslims are two vessels made of same soil. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറയുന്നത് രണ്ട് പാത്രങ്ങളാണ്, ഒരേ സോയിൽ കൊണ്ട്, മണ്ണുകൊണ്ട് നിർമ്മിച്ച രണ്ട് പാത്രങ്ങളാണ്. He argued that caste system, untouchability, religious rituals, post-death rituals, ideal worships, etc. were meaningless. അതായത് അയാൾ വാദിച്ചു, അതായത് നമ്മുടെ കബീർ വാദിച്ചു എന്തിനു വേണ്ടിയിട്ട്? കാസ്റ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടും അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മ, റിലീജിയസ് റിച്വൽസ്, അതായത് മതപരമായിട്ടുള്ള റിച്വൽസ്, ആചാരങ്ങളും, പോസ്റ്റ് ഡെത്ത് റിച്വൽസ്, അതായത് മരണശേഷമുള്ള ആചാരങ്ങൾ, ഐഡിയൽ വർഷിപ്പ്, അന്ധവിശ്വാസം, ഇവയൊക്കെ മീനിങ്ലെസ് ആണ്, അതായത് അർത്ഥശൂന്യമാണ് എന്ന് അദ്ദേഹം വാദിച്ചു. കബീർ ക്രിട്ടിസൈസ്ഡ് ഓൾ കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലെഗസി, വെൽത്ത്. അതായത് കബീർ വിമർശിച്ചു എന്തിനെ? എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനുകളിലും. എങ്ങനെയൊക്കെ? കാസ്റ്റ് എന്ന് പറയുന്നത് ജാതി, റിലീജിയൻ അറിയാമല്ലോ, മതം, റേസ് വംശം, ലെഗസി പാരമ്പര്യം, വെൽത്ത് സമ്പത്ത്, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനുകളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? ക്രിട്ടിസൈസ് ചെയ്തു. അടുത്തതായി 18th ക്വസ്റ്റ്യൻ. യു ഹാവ് റീഡ് കബീർസ് ദോഹ ആൻഡ് സ്റ്റോറീസ്, ആഡ് യുവർ ഫൈൻഡിങ്സ് ബിലോ. അത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 30-ലുള്ള ഒരു ഭാഗമാണ്. അതൊരു എക്സ്റ്റൻഡഡ് റീഡിങ് വായിച്ചതിന് ശേഷം എഴുതാനുള്ളതാണ്. അത്ര വലിയ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതല്ല, എങ്കിലും മനസ്സിലാക്കി വെക്കുക. ആൻസർ, പീപ്പിൾ കോൾ ഗോഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ആളുകൾ ദൈവത്തിനെ പല പേരുകളിൽ വിളിക്കുന്നു. കബീർ മെയ്ഡ് പീപ്പിൾ തിങ്സ് അഗൈൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻസ്. കബീർ ആളുകളോട് ഈ സൂപ്പർസ്റ്റിഷൻസിനെതിരായിട്ട്, അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് ചിന്തിക്കാനായിട്ട് പറയുന്നു. ഓൺലി ട്രീറ്റ്മെൻറ്റ് ക്യാൻ ക്യൂർ ദ ഡിസീസസ്. അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഡിസീസുകൾ മാറൂ എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു.
ഹി റിജക്റ്റഡ് റിലീജിയസ് ട്രഡീഷൻ കംപ്ലീറ്റ്ലി. അതായത് റിലീജിയസ് ആയിട്ടുള്ള ട്രഡീഷൻ, മതപരമായിട്ടുള്ള പാരമ്പര്യങ്ങളെ എല്ലാം അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നു. ഹി കൺവിൻസ്ഡ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയൊക്കെ മഹത്വം അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. കബീർ ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെയും ബ്രദർഹുഡിനും വേണ്ടി നിലകൊള്ളുന്നു. അപ്പോൾ ഇത്രയാണ് അതിനെപ്പറ്റിയുള്ള ആൻസർ. അടുത്തതായി 19th ക്വസ്റ്റ്യൻ. റീഡ് ദ സ്റ്റോറി ഓഫ് ഗുരു നാനാക്ക്, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 31. വാട്ട് ഐഡിയ ഡിഡ് യു ഗെറ്റ് ഫ്രം ദിസ് സ്റ്റോറി? അതായത് ഗുരുനാനാക്കിൻ്റെ ഒരു സ്റ്റോറി അവിടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 31 കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റോടെ പഠിക്കേണ്ട ഭാഗമല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ഇറ്റ് ഈസ് അൺജസ്റ്റ് ടു റോബ് അതേഴ്സ് ഓഫ് ദെയർ വെൽത്ത്. അതായത് മറ്റൊരാളുടെ സമ്പത്ത് കട്ടെടുക്കുക എന്ന് പറയുന്നത് നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോളജൈസ് ഇഫ് യു ഗെറ്റ് ഇറ്റ് റോങ്. അതായത് ഒരു കാര്യം തെറ്റാണ് എന്ന് മനസ്സിലായാൽ നമുക്കതിനെ മാപ്പ് കൊടുക്കാം. ബി ഹോണസ്റ്റ് ഇൻ ലൈഫ്. അതായത് ജീവിതത്തിൽ നമ്മൾ സത്യസന്ധരാകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20. Make a note on the method adopted by Guru Nanak to propagate the ideas of religious tolerance and universal brotherhood. ഗുരുനാനാക്ക് തൻ്റെ ഐഡിയകൾ, അതായത് റിലീജിയസ് ടോളറൻസും യൂണിവേഴ്സൽ ബ്രദർഹുഡുമാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ്. മതസൗഹാർദ്ദവും യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്നത് വിശ്വസാഹോദര്യമാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയകൾ. അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിച്ച മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഗുരു നാനാക്ക് അറ്റംപ്റ്റഡ് ടു ദ ഹാർമണൈസ് ദ ഐഡിയാസ് ഓഫ് ഡിഫറെന്റ് റിലീജിയസ്. വിവിധ മതങ്ങളിലെ ആശയങ്ങളെ സമന്വയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. രണ്ടാമത്തേത്, ഹി ട്രാവൽഡ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഇന്ത്യ ടു പ്രൊപ്പഗേറ്റ് ഹിസ് തോട്ട്സ്. അതായത് അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ അദ്ദേഹത്തിൻ്റെ തോട്ട്സുകൾ, ചിന്തകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യാത്ര ചെയ്തു. മൂന്നാമത്തെ പോയിന്റ്, ഗുരു നാനാക്ക് വാസ് എഗനസ്റ്റ് ദ മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. അതായത് മീനിങ്ലെസ് ആയിട്ടുള്ള, അതായത് അർത്ഥശൂന്യമായിട്ടുള്ള മതപരമായ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങൾക്കൊക്കെ അദ്ദേഹം എതിരായിരുന്നു. അടുത്ത പോയിന്റ്, ഹി അറ്റംപ്റ്റഡ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് വൺ ഗോഡ്. ഏക ദൈവം എന്നുള്ള മെസ്സേജ്, സന്ദേശം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. അടുത്തത്, ഹി പ്രൊമോട്ടഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ബ്രദർഹുഡ്, ലവ്, ഗുഡ്നെസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു എന്തിനെ? ബ്രദർഹുഡിനെ, ഇക്വാലിറ്റിയെ, ബ്രദർഹുഡിനെ, ലവിനെ, ഗുഡ്നെസ്സിനെ ആൻഡ് റിലീജിയസ് ടോളറൻസിനെ, ഇതിനെയൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. അടുത്തത്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഐഡോളട്രി, പിൽഗ്രിമേജ് എക്സെട്ര വെയർ റിജക്റ്റഡ് ബൈ ഹിം. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അറിയാം, ജാതി വിവേചനമാണ്. ഐഡോളട്രി എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ്. പിൽഗ്രിമേജ് എന്ന് പറയുന്നത് തീർത്ഥാടനമാണ്. ഇതിനെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു, ഇതിനെയൊക്കെ നിരാകരിച്ചു. അടുത്തത്, എക്കണോമിക് ഇൻഇക്വാലിറ്റി വാസ് ക്വസ്റ്റ്യൻഡ് ആൻഡ് പീപ്പിൾ വെയർ എൻകറേജ് ടു അബ്സ്റ്റെയിൻ ഫ്രം യൂസിങ് ഇൻടോക്സിക്കൻസ്. അതായത് ആളുകളെ സാമ്പത്തിക അസമത്വങ്ങളെ ചോദ്യം ചെയ്യുകയും ലഹരി ഉപയോഗം ഉപേക്ഷിക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു. അടുത്ത പോയിന്റ്, ഹി എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലാങ്ങർ ഓർ കമ്മ്യൂണിറ്റി കിച്ചൺ വെയർ ഓൾ ക്ലാസസ് ഓഫ് പീപ്പിൾ കുഡ് ഈറ്റ് ടുഗദർ. അതായത് ആളുകളെ അതിൻ്റെ പ്രാധാന്യം, എന്തിൻ്റെ? ലാങ്ങർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞാൽ സമൂഹ അടുക്കള, അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുകയും ആളുകളെ അതിനെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് ആണ്. ഹിസ് ഐഡിയാസ് ലേറ്റർ പാവ്ഡ് ദ വേ ടു ദ ഫോർമേഷൻ ഓഫ് സിക്കിസം. അതായത് ഇദ്ദേഹത്തിൻ്റെ ഐഡിയകളാണ് പിന്നീട് സിക്കിസം എന്ന് പറയുന്ന മതത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21. ബർത്ത് പ്ലേസ് ഓഫ് ഗുരു നാനാക്ക് ആണ്. താൽവണ്ടി ഇൻ ഷേഖ്പുര, പഞ്ചാബ്. പഞ്ചാബിലെ ഷേഖ്പുരയിലെ താൽവണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 22. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് മീരാഭായ്, അക്ക മഹാദേവി എക്സെട്ര ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മീരാഭായിക്കും അക്ക മഹാദേവിക്കും ഒക്കെ ഉണ്ടായിരുന്ന റോള് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് അങ്ങനെ ചോദിക്കാം, അതല്ലെങ്കിൽ വിമൻ്റെ റോൾ എന്താണ് നമ്മുടെ ഭക്തി മൂവ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ആൻസർ ഒരേ ആൻസർ തന്നെയാണ് ഉള്ളത്. With the advent in the Bhakti movement, many women took to composing and singing hymns and songs to worship the deity of their choice. അതായത് ഭക്തി മൂവ്മെൻ്റ് ആവിർഭാവത്തോട് കൂടിയിട്ട് അവർക്ക് ഇഷ്ടദൈവങ്ങളെ ആരാധിക്കുന്നതിനും കീർത്തനങ്ങൾ ആലപിക്കുന്നതിനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് മീരാഭായ്. മീരാഭായ് വാസ് എ രാജ്പുത് പ്രിൻസ് ഹു ലീവ്ഡ് ഇൻ ചിറ്റൂർ, രാജസ്ഥാൻ, ഗേവ് അപ്പ് ഓൾ വേൾഡ്ലി കംഫോർട്ട് ആൻഡ്
immersed himself in devotion to Krishna. Krishna Bhajanas composed by Mirabai are very popular. അതായത് മീരാഭായ് എന്ന് പറയുന്നത് നമ്മുടെ രാജസ്ഥാനിലുള്ള ചിറ്റോർ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു രജപുത്ര രാജ്ഞിയാണ്, രാജകുമാരിയാണ്. അവർ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് കൃഷ്ണഭക്തിയായിട്ട് മാറുകയും കൃഷ്ണ ഭജനകളൊക്കെ എഴുതുകയും അതൊക്കെ വളരെ പ്രശസ്തമാവുകയും ചെയ്തു. അടുത്തതായി കാരയ്ക്കൽ അമ്മയാറാണ്. കാരയ്ക്കൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ വെയർ ഫേമസ് ഡിവോട്ടീസ് പ്രിൻസസ് പോയറ്റസസ് from Tamil Nadu. Their composition expressed a deep devotion to their favorite deity. അതായത് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന പ്രശസ്തരായിട്ടുള്ള ഭക്ത കവികളായിരുന്നു കാരയ്ക്കൽ അമ്മയാറും ആണ്ടാളും. അവരുടെ ഇഷ്ടദൈവത്തിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കീർത്തനങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അക്ക മഹാദേവിയാണ്. Akka Mahadevi was prominent figure in the Veerashaiva movement. She led discussion against the social and spiritual oppressions the women faced in those days. അതായത് അക്ക മഹാദേവി എന്ന് പറയുന്നത് വീരശൈവ മൂവ്മെന്റിലെ കാലഘട്ടത്തിലെ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഫിഗറാണ്. അവർ സ്പിരിച്വൽ ഫോറത്തിൽ നടന്ന ഡിസ്കഷനിലേക്ക് നയിക്കപ്പെട്ട അതിൻ്റെയൊക്കെ നേതൃത്വം വഹിച്ച ആളാണ്. ഇനി അതുപോലെ തന്നെ ഫഹിനാഭായ് ആൻഡ് സൊയ്റാബായ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ലാൽ ദേവ് ഓഫ് കാശ്മീർ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെന്റ്. അതായത് നമ്മുടെ മഹാരാഷ്ട്രയിലെ ബഹിനാഭായി, സൊയ്റാഭായി, അതായത് കാശ്മീരിലെ ലാൽ ദേദ് എന്നിവരെല്ലാം ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായിച്ച സ്ത്രീകളാണ്. അടുത്തായി ക്വസ്റ്റ്യൻ നമ്പർ 23, ഇമ്പാക്ട്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്. അല്ലെങ്കിൽ അതിന് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് വെയർ ദ മെയിൻ റിസൾട്ട്സ് ഓഫ് ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റിന്റെ റിസൾട്ട് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ താഴെ പറയുന്നതാണ്. ഒന്നാമത്തെ, മാർജിനലൈസ്ഡ് കാസ്റ്റ് ഗ്രൂപ്പ്സ് ക്വസ്റ്റ്യൻഡ് കാസ്റ്റ് സിസ്റ്റംസ് ആൻഡ് പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ ദ ബ്രാഹ്മിൻസ്. അതായത് മാർജിനലൈസ് ചെയ്യപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ജാതി വ്യവസ്ഥയിലുള്ള ആളുകൾ ഈ കാസ്റ്റ് സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ബ്രാഹ്മിനൻസ് എൻജോയ് ചെയ്തിരുന്ന പ്രിവിലേജിനെയൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി ബിഗാൻ ടു എമർജ്. അതായത് സോഷ്യൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉയർന്നു വന്നു. അടുത്ത പോയിന്റ്, വിമൻ വെയർ അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസ്കഷൻ ഇൻ ദ അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപത്തിലൊക്കെ സ്ത്രീകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. തോട്ട്സ് അബൌട്ട് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ വെയർ ഫോംഡ്. അതായത് സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള ഇക്വാലിറ്റി എന്നുള്ള ഐഡിയ, സമത്വം എന്നുള്ള ഐഡിയ ഉയർന്നു വന്നു. എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഓക്കുപ്പേഷൻ. ആളുകളെ തൊഴിലിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുന്നതിനും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിനൊക്കെ സാധിച്ചു. ഇതാണ് ഭക്തി മൂവ്മെന്റിന്റെ ഇമ്പാക്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24, വാട്ട് ഈസ് സൂഫിസം? സൂഫിസം ഈസ് ആൻ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെന്റ് വിച്ച് ഒറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യയിൽ ഉയർന്നു വന്ന ഒരു ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെന്റ് ആണ് സൂഫിസം എന്ന് പറയുന്നത്. സൂഫി വെയർ ദോസ് ഹു അക്സെപ്റ്റഡ് ഡിവോഷൻ ആസ് എ മീൻസ് ടു അപ്രോച്ച് ഗോഡ്. സൂഫീസ് എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള, അടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഡിവോഷനെ കണ്ടത്, ഭക്തിയെ കണ്ടത്. Sufi scholars thought that one of the ways access God was devotional singing. അതായത് ദൈവത്തിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഭക്തിഗാനങ്ങൾ ആണ് എന്ന് അവർ വിശ്വസിച്ചു. They traveled along the common people and propagate Sufi principles. അവർ സാധാരണ മനുഷ്യരുടെ യാത്ര ചെയ്യുകയും സൂഫി പ്രിൻസിപ്പിൾസ് അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. Emphasis was given to the concept of monotheism, fraternity, humanity and devotion to God. അവർ ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ഡിവോഷൻ ടു ഗോഡ്, അതായത് ദൈവത്തിനോടുള്ള ആരാധന, ഇവയൊക്കെ ഈ പറയുന്ന കൺസെപ്റ്റുകളെയൊക്കെ എമർജ് ചെയ്തു അല്ലെങ്കിൽ എംഫസൈസ് ചെയ്തു. The Sufi movement reached India by the 12th century. അതായത് 12ാം നൂറ്റാണ്ടിലാണ് ഇത് ഇന്ത്യയിലേക്ക് എത്തുന്നത്. Sufi masters were the ones who gave importance to spiritual life, abstaining from luxurious life. അതായത് ലക്ഷൂറിയസ് ലൈഫ് ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഈ സൂഫി മാസ്റ്റേഴ്സ് അവർ സ്പിരിച്വൽ ലൈഫാണ് സ്വീകരിച്ചിരുന്നത്. The Sufi masters was called Pir Sheikh and his followers were called Murid. അതായത് സൂഫി മാസ്റ്റേഴ്സിനെ പിർ എന്നാണ് അറിയപ്പെടുന്നത്, അവരുടെ ഫോളോവേഴ്സിനെ, അനുയായികളെ അറിയപ്പെടുന്നത് മുരിദ് എന്നാണ്. The Khangas where the Sufis reside were the social centers of that time. അതായത് ഖാൻഗാസ് എന്നറിയപ്പെടുന്നത് സൂഫീസ് താമസിക്കുന്ന ഭവനങ്ങളാണ്, അതിനെ ഖാൻഗാസ് എന്ന് അറിയപ്പെടുന്നു. ഖവാലീസ് ആർ ഡിവോഷണൽ സോങ്സ് റെൻഡഡ് ഇൻ എ സ്പിരിച്വൽ ചാൻഡിങ് സ്റ്റൈൽ കോൾഡ് സമ ഇൻ ദ സൂഫി സെന്റേഴ്സ്. ഖവാലീസ് എന്നറിയപ്പെടുന്നത് അവരുടെ ഡിവോഷണൽ സോങ്സ് ആണ്. അത് പാടുന്നത് സമ എന്ന് പറയുന്ന ഒരു പ്രത്യേക ട്യൂണിലാണ്. അത് സൂഫി സെന്ററുകളിലൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒരു ഡിവോഷണൽ സോങ് ആണ്.
During the Sultanate and Mughal period, Sufis were able to bring about unity among different religious sects. അതായത് മുഗൾ പീരീഡിലും സുൽത്താനേറ്റ് പീരീഡിലും സൂഫികൾ എന്ത് ചെയ്തു? അവരുടെ പലതരത്തിലുള്ള മതവിശ്വാസങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ഐക്യത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രയത്നിച്ചു. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. മേജർ സൂഫി മാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദ റീജിയൻസ് റിലേറ്റഡ് ടു ദം. പ്രധാനപ്പെട്ട സൂഫി മാസ്റ്റേഴ്സും അവരുടെ റീജിയൻസും ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം. ഒന്നാമത്തേത് ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹർവർദി. അദ്ദേഹത്തിൻ്റെ പ്രദേശം എന്ന് പറയുന്നത്, റീജിയൻ എന്ന് പറയുന്നത് സിൽഹത്ത് ആണ്. അടുത്തത് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. അദ്ദേഹത്തിൻ്റെ റീജിയൻ എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഖ്വാജ മൊയ്തീൻ ചിസ്തി. അദ്ദേഹത്തിൻ്റെ റീജിയൻ എന്ന് പറയുന്നത് അജ്മീർ ആണ്. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 26. പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ദ ഭക്തി സൂഫി മൂവ്മെന്റ് ഹെൽപ്ഡ് ഇൻ ഗ്രോത്തിങ് വെർണക്കുലർ ലാംഗ്വേജസ്. അതായത് ഭക്തി സൂഫി മൂവ്മെന്റുകൾ എങ്ങനെയാണ് പ്രാദേശിക ഭാഷകളെ എങ്ങനെയാണ് വളരാൻ സഹായിച്ചത് എന്നാണ് ചോദ്യം. ഭക്തി സൂഫി പ്രൊപ്പഗേറ്റേഴ്സ് യൂസ്ഡ് വെർണക്കുലർ ലാംഗ്വേജസ് to spread their ideas among common people. This led the growth of regional language. അതായത് ഭക്തി സൂഫി മൂവ്മെന്റിന്റെ പ്രൊപ്പഗേറ്റേഴ്സ് അവർ പ്രാദേശിക ഭാഷകളാണ് അവരുടെ ഐഡിയകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. അത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. Many devotional poems were composed in languages like Tamil, Punjabi, Bengali, Marathi, Telugu, Kannada, Malayalam, etc. ഒരുപാട് ഡിവോഷണൽ സോങ്ങുകൾ തമിഴിലും പഞ്ചാബിയിലും ബംഗാളിയിലും മറാത്തിയിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് എഴുതപ്പെട്ടു. അതൊക്കെ ആ ഭാഷയുടെ വളർച്ചയ്ക്ക് സഹായിച്ചു. Many other literary works in vernacular language were also composed. അതായത് മറ്റുള്ള ലിറ്റററി വർക്കുകളും ഇതേപോലെ നിർമ്മിക്കപ്പെട്ടു പ്രാദേശിക ഭാഷയിൽ. ഉറുദു എ കോമ്പിനേഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യസ് കൾച്ചർ ഇൻ്റഗ്രേഷൻ. അതായത് ഉറുദു എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയുടെയും ഹിന്ദി ഭാഷയുടെയുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അങ്ങനെ രൂപീകൃതമായിട്ടുള്ള ഭാഷയെന്ന് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ കൾച്ചറൽ ഇൻ്റഗ്രേഷനെയാണ്. അതുപോലെ അമീർ ഖുസ്രു വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് റൈറ്റർ ഓഫ് ദ ഉറുദു ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ പീരീഡിലെ ഉറുദു ലാംഗ്വേജിലെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. കബീർസ് ദോഹ എൻറിച്ച്ഡ് ദ ഹിന്ദി ലാംഗ്വേജ്. കബീറിൻ്റെ ദോഹാസ് ഹിന്ദി ലാംഗ്വേജിനെ എന്ത് ചെയ്തു? എൻറിച്ച് ചെയ്തു. മഹാഭാരത, രാമായണ ആൻഡ് അതർ വർക്ക്സ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വേരിയസ് റീജിയണൽ ലാംഗ്വേജസ്. ദിസ് ലെഡ് ദ റിജുവിനേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അതായത് മഹാഭാരതവും രാമായണവും ഒക്കെയുള്ള പോലെയുള്ള വർക്കുകൾ പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് ആ ഭാഷകളിലേക്ക് ഒരു പുനരുജ്ജീവനത്തിന് കാരണമായി. അപ്പോൾ ഇത്രയുമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 27. മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർണക്കുലർ ലാംഗ്വേജസ്. അതായത് പ്രധാനപ്പെട്ട ലിറ്റററി വർക്ക്സും അതിൻ്റെ ഓതേഴ്സുമാണ്. അത് പുസ്തകത്തിലെ പേജ് നമ്പർ 36 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ നോക്കാം. ഒന്നാമത്തേത് തമിഴാണ്. തമിഴിലെ 4000 ദിവ്യ പ്രബന്ധം, അതിൻ്റെ ഓതർ എന്ന് പറയുന്നത് ആൽവാർസ് ആണ്. അടുത്തത് തിരുമുറൈകളാണ്, അത് നായനാഴ്സ് ആണ്. അടുത്തത് കന്നഡ വചനാസ്, ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. അടുത്ത തെലുങ്ക് ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത, നന്നയ്യ, തിക്കണ്ണ, യരപ്രഗത. അടുത്തത് ബംഗാളി ഗീതാ ഗോവിന്ദ, അതിൻ്റെ ഓതർ എന്ന് പറയുന്നത് ജയദേവൻ. അടുത്തത് ഹിന്ദി പത്മാവത്, മാലിക് മുഹമ്മദ് ജയ്സി. അടുത്തത് മലയാളം ജ്ഞാനപ്പാന, പൂന്താനം. ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, മുഹീദ്ദീൻ മാല, ഖാസി മുഹമ്മദ്. അപ്പോൾ ഇതാണ് വെർണക്കുലർ ലാംഗ്വേജും ലിറ്റററി വർക്ക്സും ഓതേഴ്സും. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ്. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 28. ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ്. ഭക്തി സൂഫി ഐഡിയകളുടെ ഇൻഫ്ലുവൻസ് ആണ്. അത് ഞാൻ വായിച്ചു തരുന്നേ ഉള്ളൂ, കാരണം അതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ റിലീജിയസ് ടോളറൻസ്, ആറ്റിറ്റ്യൂഡ് എഗനസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ്, സോഷ്യൽ ഇക്വാലിറ്റി, ബ്രദർഹുഡ് ആൻഡ് ഹ്യൂമാനിറ്റി, ഹിന്ദു മുസ്ലിം യൂണിറ്റി, മോണോത്തിസം, ഗ്രോത്ത് ഓഫ് വെർണക്കുലർ ലാംഗ്വേജസ്, ജെൻഡർ ഇക്വാലിറ്റി, കൾച്ചറൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.